الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക? എങ്ങനെയാണ് അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുക എന്ന കാര്യങ്ങളാണ് നമുക്കിന്ന് വിശദീകരിക്കാനുള്ളത്. എന്താണ് ബർക്കത്ത്? നമ്മൾ സാധാരണ നമ്മുടെ സംസാരങ്ങളിലൊക്കെ പ്രയോഗിക്കുന്ന ഒരു പദം. ഹദീസും ഖുർആനും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ട എല്ലാം അനുഗ്രഹങ്ങളായി നമുക്ക് നമ്മൾ കണക്കാക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, അതിന്റെ ഒരു ചെറിയ അംശം പോലും നഷ്ടപ്പെട്ടു പോകാതെ ഉപകാരപ്പെടുന്നതിനാണ് സത്യത്തിൽ ബർക്കത്ത് എന്ന് പറയുന്നത്. 60 കൊല്ലം ജീവിച്ച ഒരാൾക്ക് ഫലപ്രദമായ ഒരു 60 കൊല്ലമാണ് എന്ന് വിലയിരുത്താൻ കഴിയുക. അത് ബർക്കത്താണ്, സമയത്തിൽ കിട്ടുന്ന ബർക്കത്താണ്. 4 മക്കളുണ്ടായ ഒരാൾ, അല്ലെങ്കിൽ 2 മക്കളുണ്ടായ ഒരാൾ, ഉള്ള 2 മക്കളും പൂർണ്ണമായി പ്രയോജനപ്പെടുക, ഉപകാരപ്പെടുക, അത് ആ മക്കളിലുള്ള ബർക്കത്താണ്. അവിടെ നമ്മുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. നമുക്ക് 4 പെൺകുട്ടികളാണെങ്കിൽ അത് ബർക്കത്തില്ലാത്ത ആളും, 4 ആൺമക്കളാണെങ്കിൽ അയാൾക്ക് നല്ല ബർക്കത്തുമാണ് എന്നൊരു ധാരണയാണ്. മാസവരുമാനം ഒരു 25,000 രൂപയൊക്കെ ആണെങ്കിൽ അത് ബർക്കത്തില്ലാത്ത ആളും, ലക്ഷങ്ങൾ കിട്ടുന്ന ഒരാളാണെങ്കിൽ അത് ബർക്കത്തുള്ള ആളുമാണ് നമ്മുടെ കണ്ണിൽ, നമ്മുടെ കാഴ്ചപ്പാട്. സത്യത്തിൽ അതല്ല അള്ളാഹു ബർക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നിടത്തൊക്കെ അള്ളാഹുവേ നീ നൽകിയതിൽ ബർക്കത്ത് തരണേ എന്ന് പറയുന്നത്. 2 മക്കളെയാണ് തന്നതെങ്കിൽ ആ മക്കളിൽ ബർക്കത്ത് തരണേ. അങ്ങനെയാണ്. ഒരു 30 കൊല്ലം ജീവിക്കാനുള്ള അവസരമാണ് എനിക്ക് നൽകുന്നതെങ്കിൽ ആ 30 വർഷത്തിൽ എനിക്ക് ബർക്കത്ത് നൽകണേ. അങ്ങനെയാണ് കാര്യങ്ങളെ ഹദീസും ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ബർക്കത്ത് കിട്ടാൻ നമ്മളിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ ഭർത്താവിൽ, നമ്മുടെ കുടുംബത്തിൽ
നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും അള്ളാഹു ബർക്കത്ത് തരും. അത് കിട്ടാനുള്ള മാർഗം എന്താണ്? ഒന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി, വലൗ അന്ന അഹ്ലൽ ഖുർആ ആമനൂ വത്തഖൂ. ഈമാനും തഖ്വയും തന്നെയാണ് നമ്മുടെ ഒരു അചഞ്ചലമായ ഈമാനും പടച്ചോനെ പഠിച്ച് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് ബർക്കത്ത് നൽകും. ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്നൊക്കെയുള്ള ബർക്കത്തിന്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കും എന്ന് പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 96-ാമത്തെ ആയത്തിലൂടെ, സൂറത്ത് അറാഫിലെ 96-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തോടുകൂടെ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുക. കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. രണ്ടാമത് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഞാൻ ഓതി വെച്ച ആയത്ത് ഖുർആനിൽ 16-ാം അധ്യായം 97-ാമത്തെ ആയത്താണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായി സത്യവിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാവട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അമല് സ്വാലിഹാത്തുകൾ ചെയ്താൽ, അള്ളാഹു ഒരു വ്യവസ്ഥ വെക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആണായാലും ശരി പെണ്ണായാലും ശരി, അവിടെ വ്യത്യാസമൊന്നുമില്ല, ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും, മൻ അമില സ്വാലിഹൻ, അള്ളാഹു വെക്കുന്ന വ്യവസ്ഥ അമലു സ്വാലിഹാത്ത് ചെയ്താൽ അള്ളാഹു അയാൾക്ക് എന്ത് നൽകും? ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അയാൾക്ക് ഹയാത്തുൻ ത്വയ്യിബ അള്ളാഹു അയാൾക്ക് നൽകും എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു പദമാണ് ഹയാത്ത് എന്ന് പറയാൻ, ജീവിതമാണ്. ത്വയ്യിബ എന്ന് പറയാൻ നല്ല ജീവിതം നൽകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വലനജ്സിയന്നഹും അജ്റഹും ബിഹസ്നി മാ കാനൂ യഅമലൂൻ, അള്ളാഹു അവർക്ക് അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നന്നായി പ്രതിഫലം നൽകുകയും ചെയ്യും. പണ്ഡിതന്മാർ, എന്താണ് ഈ ഹയാത്തുൻ ത്വയ്യിബ? നിങ്ങൾ അമലു സ്വാലിഹാത്ത് ചെയ്താൽ അള്ളാഹു ഹയാത്തുൻ ത്വയ്യിബ നൽകും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത്, നമ്മളിങ്ങനെ മുസ്ലിമായി ജീവിച്ചാൽ, മുഅ്മിനായി ജീവിച്ചാൽ, 5 നേരം നിസ്കരിച്ചാൽ, സ്വതക്ക കൊടുത്താൽ, നമ്മൾ ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ പരലോകത്ത് പടച്ചോൻ അതിന് പ്രതിഫലം നൽകും. നമ്മൾ ഇങ്ങനെ പറയാം, അത് ഉറപ്പാണ്. പക്ഷേ അത് മാത്രമല്ല, അള്ളാഹു ഹയാത്തുൻ ത്വയ്യിബ നൽകും എന്നതുകൊണ്ട് മരിച്ചാൽ സ്വർഗം കിട്ടും എന്നല്ല അതിന്റെ അർത്ഥം. ഖാല അൽ ഖുർത്തുബി റഹിമഹുല്ലാ, ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീർ പറയാൻ, മഅനൽ ഹയാത്തുൻ ത്വയ്യിബ, 4 കാര്യങ്ങളാണ് ഈ ഹയാത്തുൻ ത്വയ്യിബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 കാര്യങ്ങളാണ്. ഒന്ന്, അർറിസ്ഖുൽ ഹലാൽ. നിങ്ങൾ അമലു സ്വാലിഹാത്ത് ചെയ്യുമ്പോ അള്ളാഹു നിങ്ങൾക്ക് ഹലാലായ ഉപജീവന മാർഗം നൽകും. അമലു സ്വാലിഹാത്ത് ചെയ്താൽ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? അമലു സ്വാലിഹാത്ത് ചെയ്താൽ ഒരാൾക്ക് സ്വതക്ക കൊടുത്തു, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പടച്ചോൻ അതിന് പരലോകത്ത് പ്രതിഫലം തരും. നമ്മൾ കുടുംബം സന്ദർശിച്ച് കുടുംബ ബന്ധം പുലർത്തി ഉമ്മാനി ബാപ്പാനി നോക്കി അതിനെന്താ കിട്ടുക? അത് പരലോകത്തുള്ള കൂലി തരും. അതല്ല, അത് മാത്രമല്ല ഉണ്ടാവുക, അള്ളാഹു നിങ്ങൾക്ക് ഹയാത്തുൻ ത്വയ്യിബ തരും. അമലു സ്വാലിഹാത്തിന് ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, അർറിസ്ഖുൽ ഹലാൽ, അനുവദനീയമായ മാർഗത്തിലുള്ള, ഹലാലായ മാർഗത്തിലുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെയുള്ള ഉപജീവനം അത് നിങ്ങൾക്ക് തുറന്നു കിട്ടും. സാധാരണ നമ്മൾ പറയാ, ഇപ്പോഴത്തെ ഒരു കാലത്ത് ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിങ്ങനെ ഒക്കെ ഒരു എല്ലാം ഹലാലാകണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കൂല. ബാങ്കും പലിശയൊന്നും വേണ്ട നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ അതൊക്കെ ഇപ്പോഴത്തെ കാലം അങ്ങനെ. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞ് ഹറാമായതിനെ പോലും നമ്മൾ ഇങ്ങനെ ഹലാലാക്കും. കച്ചവടം ചെയ്യാൻ ബാങ്കിന്റെ പലിശ എടുക്കല്ലാതെ വല്ലണം മാർഗം എന്താണ്? അങ്ങനെ നമ്മൾ ന്യായീകരിക്കുക. അല്ലാണ്ട് എന്താ മാർഗമുള്ളത്? ആരാ തരിക? 10 ലക്ഷം റുപ്യ വരണം, ആരാ തരിക? ബാങ്കിന്റെ മാർഗമുള്ളൂ. നമ്മൾ അങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക. നിങ്ങൾ അമലു സ്വാലിഹാത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ല പറയാണ്, അമലു സ്വാലിഹാത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈമാനും തഖ്വയും ഒന്നാമത്തെ വ്യവസ്ഥയായി പറഞ്ഞിട്ട് രണ്ടാമത് പണ്ഡിതന്മാർ പറയണം, നിങ്ങൾക്ക് അമലു സ്വാലിഹാത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഉപജീവന മാർഗം, ഹലാലായ ഉപജീവന മാർഗം നൽകും. രണ്ടാമത് അൽ ഖനാഅ, അള്ളാഹു നിങ്ങൾക്ക് തൃപ്തി തരും. എന്താണോ നിങ്ങൾക്കുള്ളത് അതിൽ പൂർണ്ണമായ സംതൃപ്തിയുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമല്ല. അത് പടച്ചോൻ തരുന്നതാണ്. ഒരു തൃപ്തി ഉണ്ടാകുക. നമ്മളിപ്പോ ഉള്ള വീട്, സൗകര്യവും കാര്യങ്ങളൊക്കെ, എനിക്കത് മതി എന്നൊരാൾക്ക് തോന്നുക. അങ്ങനെ മതി എന്ന് തീരുമാനിക്കാൻ കഴിയുക. അതിന്റെ അപ്പുറമുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുക. അതാണ് ഖനാഅത്ത്. അത് അള്ളാഹു നിങ്ങൾക്ക് തരും.
അള്ളാഹു തരും. നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മളുടെ വീട് വേറെ ഏതോ വീട് പോലെ വണ്ണം വെക്കണം, വലുതാകണം, അതിന് മോടി കൂടണം, ഭംഗി കൂടണം, അലങ്കാരം കൂടണം എന്ന് നമ്മൾ കരുതുമ്പോഴാണ് നമ്മൾ കടം വാങ്ങേണ്ടി വരുന്നത്, ബാങ്കിനെ ആശ്രയിക്കേണ്ടി വരുന്നത്, പലിശക്കെടുക്കേണ്ടി വരുന്നത്, ബാധ്യതകൾ വരുന്നത്, ബുദ്ധിമുട്ട് വരുന്നത്, ഉറങ്ങാൻ പറ്റാത്തത്, ടെൻഷൻ അടിക്കുന്നതൊക്കെ എങ്ങനെയാ? ഉള്ള വീടിന്റെ കാര്യത്തിൽ ഇത് മതി എന്ന് നമ്മുടെ ഭാര്യയ്ക്ക് തോന്നുന്ന, നമ്മുടെ മക്കൾക്ക് ഇത് മതിപ്പ എന്ന് പറയുന്ന, നമ്മുടെ മനസ്സിൽ താമസിക്കാൻ നല്ലൊരു വീടുണ്ടല്ലോ, ഇതൊക്കെ മതി എന്ന് തോന്നുന്ന, ഉള്ളതിൽ തൃപ്തി തോന്നുന്ന ഒരു മനസ്സുണ്ടാവുക. അതാര് തരും? അള്ളാഹു തരും. എപ്പോഴാ തരിക? നിങ്ങൾക്ക് അമൽ സ്വാലിഹാത്ത് ഉണ്ടായാൽ അള്ളാഹു അത് തരും എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെ. മൂന്നാമത്തത് തൗഫീഖുഹു സുബ്ഹാനഹു ഇലാ ത്വാഅത്ത് ഫഇന്നഹാ തുവീഹി ഇലാ റിദ്വാനിഹി. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തരും. അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരിക. തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തരിക. അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് തരിക. അത് അമൽ സ്വാലിഹാത്ത് ചെയ്താൽ അത് ഉണ്ടാവും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമതാണ് അൽ ജന്ന വഖീല അസ്സആദ. നിങ്ങൾക്ക് സ്വർഗം തരും. ഹയാത്തും ത്വയ്യിബ തരും എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് നാലാമതാണ് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് ഈ ആയത്തിനെ ഇമാം ഖുർത്തുബി റഹിമഹുള്ള വിശദീകരിക്കും. മുഹമ്മദ് അമാനി മൗലവിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബിയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ, റഹിമഹുള്ളയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള ഇതിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും അമൽ സ്വാലിഹാത്ത് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള മാർഗമായി പഠിപ്പിക്കപ്പെടുകയാണ്. അടുത്തത് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ വലാ ഉഅല്ലിമുഹു ഇല്ലാ ഖദ് റഫഉ ഖാല യഖൂലുല്ലാഹു സുബ്ഹാനഹു യബ്ന ആദം. അല്ലാഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, തഫറഅ ലി ഇബാദതി, എനിക്ക് ഇബാദത്തെടുക്കുന്നതിന് വേണ്ടി നീ സമയം കണ്ടെത്തുക. തഫറഅ ലി ഇബാദതി അംലഉ സുദ്റക ഐനൻ വഅസുദ്ദ ഫഖറക. 2 കാര്യങ്ങൾ. ഇബാദത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് 2 അനുഗ്രഹങ്ങൾ നൽകും. ഒന്നെന്താണ്? നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഐശ്വര്യം നൽകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചു. ഐശ്വര്യം എവിടെ ഉണ്ടാകേണ്ടത്? നമ്മുടെ കച്ചവടത്തിൽ ഐശ്വര്യം ഉണ്ടാകുക. വിദേശത്ത് പോയ 5 മക്കളും മാസം ആകുമ്പോൾ വലിയ എമൗണ്ട് അയക്കുക, അപ്പൊ ഐനുണ്ടാവുക. അങ്ങനെയല്ല. ഐനുണ്ടാവുക, ഐശ്വര്യം ഉണ്ടാകുന്നത് മനസ്സിലാണ്. മനസ്സിന് ഐശ്വര്യം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ സമ്പന്നനാകുക. അല്ലെങ്കിൽ എത്ര സമ്പത്തുണ്ടായാലും ഒരാൾക്ക് തികയൂല. സമ്പന്നനാകണമെങ്കിൽ, ഒരാൾ സമ്പന്നനാകണമെങ്കിൽ അയാളുടെ മനസ്സിന് ഐനുണ്ടാകണം, മനസ്സിന് ഐശ്വര്യം ഉണ്ടാകണം. അപ്പോഴാണ് ഒരാൾ സമ്പന്നനാവുക. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകും. എന്തു വേണം? നിങ്ങൾ ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക, ഇബാദത്തിൽ മുടുകുക, ആരാധനാ കർമ്മങ്ങൾക്ക് സമയം കണ്ടെത്തുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൾക്ക് ഐന നൽകും, ഐശ്വര്യം നൽകും. വഅസുദ്ദ ഫഖറക, ദാരിദ്ര്യത്തെ നിങ്ങളെ തൊട്ട് അള്ളാഹു തടയും. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ഒരവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് നൽകും. ദാരിദ്ര്യത്തെ അള്ളാഹു നിങ്ങളിൽ നിന്ന് തടയും. അത് ഇബാദത്തുകളെ കൊണ്ട്, ഇബാദത്തിൽ മുഴുകുന്നത് കൊണ്ട് അള്ളാഹു ദാരിദ്ര്യത്തെ നിങ്ങളിൽ നിന്ന് തടയും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്. അതില്ലെങ്കിലോ മലഅത്ത് സുദ്റക ശുഅലൻ, എപ്പോഴും എൻഗേജ് ആയിരിക്കും. ഇബാദത്തിന് സമയം കണ്ടെത്താത്ത ഒരാൾ, അയാൾ എപ്പോഴും എൻഗേജ് ആയിരിക്കും. വലം അസുദ്ധ ഫക്കർ. എന്നാൽ അയാളുടെ ആവശ്യങ്ങളൊന്നും തീരൂല്ല. ഓടിപ്പാഞ്ഞ് അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അയാളുടെ പ്രശ്നങ്ങൾ അവിടെ ബാക്കി കിടക്കുന്നുണ്ടാവും. അയാൾക്ക് നിസ്കാരമില്ല, നോമ്പുമില്ല, പള്ളിയില്ല, പടച്ചോനുമില്ല. നേരം വെളുത്ത് അതിരാവിലെ മുതൽ ഓടി നേരം വൈകി, ഒരുപാട് വൈകി അയാൾ വീട്ടിലെത്തും. കുറേ കഷ്ടപ്പെടും, കുറേ പണിയെടുക്കും. അയാളുടെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. പ്രശ്നങ്ങൾ അവിടെ അതുപോലെ ബാക്കിയാവുകയും
ദാരിദ്ര്യത്തെ അഭിമുഖീകരിക്കുകയും സാമ്പത്തികമായ പ്രയാസങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ മഷ്ഗൂലാവുക, എൻഗേജ് ആകുക, ഒരു ഫ്രീഡം ഇല്ലാത്ത എപ്പോഴും പണിയൻ, അങ്ങനെ ഒരു പണിമ കടന്ന് മല്ലിക്കെട്ടുക നമ്മൾ പറയില്ലേ, തൊഴിലിൽ കിടന്നിട്ട് അവനവന്റെ ഉപജീവന മാർഗമായി ഇങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ മല്ലിക്കെട്ടി ജീവിക്കേണ്ടി വരിക. നിസ്കരിക്കാൻ പോലും സമയം കിട്ടാതെ പോവുക, അയാൾക്ക് നിസ്കാരത്തിന് സമയം കിട്ടാതെ പോവുക. ഒരു ദിവസം ഒന്ന് നോമ്പെടുക്കണം എന്ന് വിചാരിച്ചാൽ അയാളുടെ തൊഴിൽ അതിന് തടസ്സമാവുക. അങ്ങനെ നോമ്പില്ല, നിസ്കാരമില്ല, റമദാനുമില്ല, പള്ളിയില്ല, പടിഞ്ഞാറുമില്ല, പടച്ചോനുമില്ല, അങ്ങനെ ജീവിച്ചിട്ടും പ്രശ്നങ്ങൾ അവിടെ ബാക്കിയാകുക. അതാണ് സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് അതിനുണ്ടാകണം, മനസ്സിലൊരു ഐശ്വര്യം ഉണ്ടാകണം. എത്ര പ്രതിസന്ധികൾ ജീവിക്കുമ്പോഴും മനസ്സിനൊരു ഐശ്വര്യം ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ഇബാദത്ത് ഉണ്ടാകണം, ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാകണം. നോമ്പും നിസ്കാരവും സക്കാത്തും സ്വതക്കി അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സൂക്ഷ്മതയും ശ്രദ്ധയുണ്ടാകണം എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീർ അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഉമർ അഹ്ലക ബിസ്സലാ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയോട് പറയുന്നതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാം, താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് താങ്കൾ കൽപ്പിക്കുക, നിസ്കരിക്കാൻ പറയാ കുടുംബത്തോട്. വസ്തബിർ അലൈഹ, എന്നിട്ട് ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. നിസ്കാരം എന്ന് പറഞ്ഞാല് ഒരു സീസണിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അവസാനിപ്പിക്കേണ്ടതല്ല. ഞാൻ ഒരു കഴിഞ്ഞ 2-3 മാസമൊക്കെ സുബൈക്കൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. കുറച്ചു കാലമായിട്ട് ഞാൻ പോകാറില്ല. ഞാൻ സാധാരണ എല്ലാ വക്തിനും ജമാഅത്തിന് പോകാറുണ്ടായിരുന്നു. ഒരു 3-4 മാസമായിട്ട് ഇപ്പൊ അങ്ങനെ പോകാൻ കഴിയാറില്ല. അങ്ങനെയല്ല, വസ്തബിർ, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അതിനൊരു പതിവാക്കുക. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം, അത് നിങ്ങൾ കൃത്യമാക്കുക. സുബൈക്ക് പള്ളിയിലെത്തണം, അത് നിങ്ങൾ കൃത്യമാക്കുക. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടുക. എല്ലാ ദിവസവും സുബൈക്ക് പള്ളിയിലെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് അധ്വാനിക്കേണ്ടി വരും, കുറച്ച് നമ്മൾ ത്യാഗം അനുഭവിക്കേണ്ടി വരും. അതിനുവേണ്ടി അലാം വെച്ച്, അതിനുവേണ്ടി എഴുന്നേറ്റ്, ഒരുപക്ഷെ അതിനുവേണ്ടി കുളിച്ച്, തണുപ്പുള്ളപ്പോ മഴയുള്ളപ്പോ ഒക്കെ നമ്മൾ പ്രയാസപ്പെട്ട് നിലനിർത്തേണ്ടി വരും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അള്ളാഹു പറയാണ്, നഹ്നു നർസുഖുക, ഇത് നേർക്ക് നേരെ അള്ളാഹ് റിസ്ക് വാഗ്ദാനം ചെയ്യാൻ, ഉപജീവന മാർഗം അള്ളാഹു വാഗ്ദാനം ചെയ്യാൻ. നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്, നമസ്കാരം ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു നേർക്ക് നേരെ ആ ആയത്തിൽ തൊട്ടടുത്ത പദമായി വാഗ്ദാനം ചെയ്യാൻ, നഹ്നു നർസുഖുക ലാ നസ്അലുക റിസ്കൻ. നിസ്കരിച്ചാ മതി, നിങ്ങൾ നിസ്കരിച്ചാ മതി. പടച്ചോന് കൊണ്ടൊന്ന് ചോറ് കൊടുക്കേണ്ട ആവശ്യങ്ങൾ എത്തുന്നില്ല. നിങ്ങൾ ആരും അള്ളാഹ്ക്ക് ആഹാരം കൊടുക്കണ്ട. നഹ്നു നർസുഖുക, നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകും, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 132-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, യഅനി ഇദാ അഖംതസ് സ്വലാത്ത അതാക റിസ്ക മിൻ ഹൈതു ലാ യക്തസിബ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാണ്, ഇദാ അഖംതസ് സ്വലാത്ത, നീ നമസ്കാരം നിലനിർത്തിയാൽ, അതാക റിസ്ക, നിന്റെ ഉപജീവന മാർഗം നിനക്ക് വന്നെത്തും. മിൻ ഹൈതു ലാ യക്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ, പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ. നമ്മളിങ്ങനെ ആശങ്കപ്പെടൂലേ ചില സമയത്ത്, ഇങ്ങനെ എന്റെ വരുമാനം ഇങ്ങനെയാണ് വരുന്നത്, അത് ഇങ്ങനെ അടഞ്ഞാൽ അടുത്ത വഴി എന്താണ്? എനിക്ക് ഇന്നതാണ് ജോലി, ഞാൻ അങ്ങനെയാണ് കുടുംബം പോറ്റുന്നത്, അതിങ്ങനെ നിന്നുപോയാൽ, അത് നിലച്ചുപോയാൽ പിന്നെ എന്റെ മാർഗം എന്താണ്? ഞാൻ എങ്ങനെ ജീവിക്കുക? എന്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ നോക്കുക? ഞാൻ എങ്ങനെ കുടുംബം പോറ്റുക? ഇങ്ങനെ ആവലാതിപ്പെട്ട് ആകുലപ്പെട്ട് ജീവിക്കും ആളുകൾ, ആശങ്കപ്പെട്ട് ജീവിക്കും ആളുകൾ. അള്ളാഹു പറഞ്ഞത്, ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്, ഇദാ ഖംതസ് സ്വലാത്ത, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുമ്പോ നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ഏറ്റെടുക്കുന്ന ഒരു വിഷയമുണ്ട്. അതാക റിസ്ക, നിന്റെ ഉപജീവന മാർഗം അള്ളാഹു ഏറ്റെടുക്കുന്നു. മിൻ ഹൈസു ലാ യഹ്തസിബ്, അതിന്റെ വഴി ഒരു പക്ഷെ നിങ്ങൾക്ക് പോലും അറിയാത്ത, പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നിങ്ങൾ സങ്കല്പിക്കാത്ത മാർഗത്തിലൂടെ
നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും, നിങ്ങൾക്ക് നമസ്കാരമുണ്ടെങ്കിൽ എന്നാണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നാലാമതായി അള്ളാഹു നമ്മളോട് പറയുന്നത് വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു നമുക്ക് നമ്മുടെ ഉപജീവന മാർഗം വിശാലമാക്കി തരും. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും. നമ്മൾ എന്ത് ചെയ്യണം? വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവിത നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ്? ലഇൻ ശകർതും, നിങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ, ലഇൻ ശകർതും, അള്ളാഹുവിന് ശുക്ർ കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ലഅസീദന്നകു, കിട്ടിയതിന് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള, ഉള്ളതിന് അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്താനുള്ള, ഏതവസ്ഥയിലാണോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അതിനേക്കാൾ താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്ന വേറെ മനുഷ്യന്മാരുണ്ട്. അപ്പോ അവനവനുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ലഅസീദന്നകും. നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അറബി ഭാഷ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ആ പദത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞാൽ പോരാ അതിന്റെ അർത്ഥം. അതിൽ രണ്ടക്ഷരങ്ങൾ, അസീദന്നക്കും എന്ന് പറയുന്നിടത്ത് രണ്ടക്ഷരങ്ങൾ അധികം പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് തുടക്കത്തിലുള്ള ല, രണ്ടാമത്തത് അസീദന്ന എന്ന് പറയുന്ന നൂനിന്റെ കട്ടി. രണ്ട് നൂനും തുടക്കത്തിലൊരു ലാം പ്രയോഗിക്കുന്നത് പറയുന്ന കാര്യത്തെ കട്ടിപ്പെടുത്തി അതിനെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാനാണ് അറബി ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കല്ല. അസീദന്നക്കും ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും, അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതാണ് ഭാഷയിലെ പ്രയോഗം. അതാണ് വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്താണ്. അപ്പൊ ഉപജീവന മാർഗം വിശാലമായി കിട്ടാൻ, ബർക്കത്ത് കിട്ടാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഉള്ളതിൽ നന്ദി കാണിക്കുന്ന, പടച്ചോൻ ഇത് തന്നല്ലോ, ഇപ്പോഴൊരവസ്ഥ ഇതുണ്ടായല്ലോ, അങ്ങനത്തെ ഒരു മനസ്സ് വേണം. അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് പറയണം. എന്താണോ ഉള്ളത് ആ ഉള്ളത് വെച്ച് അള്ളാഹുവിനോട് ഹംദ് പറയാനുള്ള, ശുക്ർ പറയാനുള്ള, അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള, അള്ളാഹുവിനോട് നന്ദി പറയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ലഅസീദന്നകും, അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വളരെ ചെറിയ ഒരു സംഗതി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവും. റസൂൽ പറയാണ് ചെറിയൊരു കാര്യം, അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ. അനസ് ഇബ്നു മാലിക് ഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ചെറിയ കുട്ടിയാ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ വീട്ടിലേക്ക്, വീട്ടുകാരുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോ ഫസല്ലിം, അവരോട് എന്ത് ചെയ്യണം? സലാം പറയണം. വീട്ടിൽ കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് വീട്ടുകാരോട് പറയണം. യകൂനു ബറക്കത്തൻ അലൈക വ അലാ അഹ്ലി ബൈതിക, നിനക്കും നിന്റെ വീട്ടിലുള്ള ആ സലാം കേൾക്കുന്ന വീട്ടിലെ മുഴുവൻ ആളുകൾക്കും അതുകൊണ്ട് ബർക്കത്തുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്. ചെറിയ കാര്യമാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന, അശ്രദ്ധ കാണിക്കുന്ന, നമ്മൾ പാലിച്ച് ശീലിച്ചിട്ടില്ലാത്ത ഒരു നന്മയാണത്. വീട്ടിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യുക? ഭാര്യ മക്കളോ വീട്ടിലുള്ളത്, മോൻ വീട്ടിലേക്ക് വരുമ്പോ, ഉമ്മ വീട്ടിലേക്ക് വരുമ്പോ, ആരാണോ വീട്ടിലുള്ളത് വീട്ടിലുള്ളവരോട് വീട്ടിലേക്ക് കയറി വരുന്ന ആൾ എന്ത് ചെയ്യണം? സല്ലിം, അസ്സലാമു അലൈക്കും നിങ്ങൾ പറയാം. അതൊരു ശീലമാക്ക്, ആ ഒരു ശീലമാക്ക്. എത്ര ചെറിയ കാര്യമാണ്, പക്ഷെ നിങ്ങളത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിമിന്റെ മര്യാദ എന്നുള്ള നിലക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് അഭിവാദ്യം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യകൂനു ബറക്കത്തൻ, അത് ബർക്കത്തായി മാറും. ആ സലാം പറച്ചിലില്ലേ, അത് ബർക്കത്തായി മാറും. ആർക്കാണ് അലൈക് പറയുന്ന നിനക്ക് അത് ബർക്കത്തായി മാറും. വഅലാ അഹ്ലി ബൈതി, വീട്ടുകാർക്കും അതുകൊണ്ട് ബർക്കത്തുണ്ടാവും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന, ബർക്കത്തുകൾ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുക. 2-3 കാര്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്ന് വിളിച്ചു പറയാം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الله അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞു, റസൂൽ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അൻഫിഖ് യബ്ന ആദം, ആദം സന്തതികളെ അല്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെലവഴിക്കുക. നിന്റെ മേൽ ഞാൻ ചെലവഴിക്കും, നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് നൽകും. അള്ളാഹു നമ്മളോട് കണ്ടീഷൻ വെക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു സാധാരണ മൈൻഡ് സെറ്റ് നമ്മൾ പറയില്ലേ, ഒരു മാനസികാവസ്ഥ എന്താണ്? നമ്മളിങ്ങനെ ശേഖരിച്ച് വെച്ച് അതിന്ന് എടുത്തു കൊടുത്താൽ എന്തായി? തീർന്നു പോകും, കുറഞ്ഞു പോകും, ഇല്ലാതെയാവും. നമ്മളുടെ ആവശ്യത്തിന് ഉണ്ടാവില്ല. നമ്മൾ ശേഖരിച്ചു വെക്കുന്നത് എന്തിനാണ്? ബാലൻസ് വെക്കുന്നത് എന്തിനാണ്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന അനുജന് വലിയ പ്രധാനപ്പെട്ട ഒരാവശ്യം വന്നാലും നമ്മളില്ല, എന്റെ അടുത്തില്ല എന്ന് നമ്മളിങ്ങനെ പറയുന്നത് എന്തിനാണ്? അങ്ങനത്തെ ഒരു മനോഭാവം ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് ഓന്റെ അടുത്ത് പോയി ഇങ്ങോട്ട് വെച്ചാൽ കിട്ടുമോ? ഓന്റെ അടുത്ത് തരണ്ടാവില്ലല്ലോ. ഒരാവശ്യം വരുന്ന സമയത്ത് അത് അപ്പൊ ആരാ തരിക? നിങ്ങളെടുത്ത് ചെലവഴിക്കുക. അള്ളാഹു നൽകുന്ന ഇത് നമ്മുടെ വിശ്വാസത്തെ തൊടുന്ന വാഗ്ദാനമാണ്. നമ്മുടെ ഈമാനിനെ തട്ടി നമ്മൾക്ക് തീരുമാനമെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളോട് പറയാണ്, നീ എടുത്ത് ചെലവഴിക്കും. ആദം, മനുഷ്യ, നീ എടുത്ത് ചെലവഴിക്കും. നിന്റെ ആവശ്യങ്ങൾക്കുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വരുമ്പോ നീ എടുത്ത് ചെലവഴിക്കും. അള്ളാഹു നമുക്ക് കഴിവ് തന്നപ്പോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അള്ളാഹു നമുക്ക് ശേഖരിക്കാനുള്ള കഴിവ് തന്നപ്പോ നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കാൻ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കാൻ. അതിനുള്ള കഴിവും കരുത്തും മാത്രമാണോ, ബുദ്ധി മാത്രമാണോ അള്ളാഹ് നമുക്ക് തന്ന? അങ്ങനെയൊന്നും പരിധി വെച്ചില്ല. നമ്മൾക്ക് എത്രയും സമ്പാദിക്കാൻ, 10 തലമുറയോ 100 തലമുറയോ അപ്പുറം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ സമ്പാദിക്കാനുള്ള ബുദ്ധിയും അറിവും കഴിവും കരുത്തും ആരോഗ്യവും ഒക്കെ അള്ളാഹ് തന്നു. അതിലൂടെ നമുക്ക് സമ്പാദ്യങ്ങൾ വരുമ്പോ നിങ്ങൾ അതിന്നെടുത്തിട്ട് അർഹതപ്പെട്ട ഒരാൾക്ക്, ഒരാവശ്യക്കാരന്, പ്രയാസമുള്ള ഒരാൾക്ക് നിങ്ങൾ അതെടുത്ത് നിങ്ങളെ സഹായിക്കുക. അങ്ങനെ ചെയ്താൽ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക എന്നാണ്. കടം കൊടുക്കലോ സഹായം കൊടുക്കലോ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പ്രയോഗിക്കുന്ന പദം തന്നെ നിങ്ങൾ എടുത്ത് ചെലവഴിക്കും. നിങ്ങളുടെ സമ്പത്ത് നിന്ന് നിങ്ങൾ എടുത്തിട്ട് ചെലവഴിക്കുമ്പോ അള്ളാഹു നൽകുന്ന വാഗ്ദാനം, നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കാം, നിനക്കുള്ള വിഹിതം ഞാൻ തരാം എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകണം. വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ, ലാ യൻഖുസു മാലും മിൻ സദഖത്തിൻ ഫതസദ്ദഖു, സ്വതക്ക കൊണ്ട് ഇല്ലാതായി പോയ ഒരു സമ്പന്നന് ലോകത്തില്ല. സ്വതക്ക കൊടുത്ത് ദരിദ്രനായി അയാൾ ഇങ്ങനെ ഇല്ലാതായി അങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ ലോകത്തുണ്ടാവില്ല. ചീട്ട് കളിച്ചിട്ട് ബാപ്പാന്റെ സ്വത്ത് മുഴുവൻ ഇല്ലാതായി, കള്ളുടിച്ചിട്ട് വലിയ സമ്പന്ന കുടുംബത്തിലായിരുന്നു, കുടിച്ചില്ലാതായി, അങ്ങനെയൊക്കെ സംഭവിക്കാം. ധൂർത്തും ധാരാളിത്വവും കാരണം സമ്പത്തില്ലാതായി സമ്പന്നനായി ജീവിച്ച് ദരിദ്രനായി മാറുന്ന സാഹചര്യം ഉണ്ടാകാം. അള്ളാഹു നൽകുന്ന ഒരു ഉറപ്പ്, ലാ യൻഖുസു മാലുൻ, ഒരാളുടെയും സമ്പത്ത് കുറയുകയില്ല, മിൻ സ്വദഖത്തിൻ, സ്വതക്ക കൊണ്ടൊരാളുടെ സമ്പത്ത് ഒരിക്കലും കുറവ് വരൂല. നമ്മൾക്ക് 10,000 റുപ്യന്ന് 1000 എടുത്ത് നമ്മൾ സ്വതക്ക ചെയ്താൽ കുറവ് വരൂല എന്ന് പറയുന്നത് അള്ളയാണ്. പണം നൽകുന്ന, സമ്പന്നത നൽകുന്ന, ഐശ്വര്യം നൽകുന്ന വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന റബ്ബ് പറയാണ്, നിങ്ങളെടുത്ത് ചെലവഴിച്ചോ, ധൈര്യമായിട്ട് നിങ്ങളെടുത്ത് കൊടുത്തോ. ഫതസദ്ദഖു, സദക്ക ചെയ്തോളൂ. അർഹതപ്പെട്ടവർക്ക്, പാവപ്പെട്ടവർക്ക്, ദുർബലരായവർക്ക്, വിഷമനുഭവിക്കുന്നവർക്ക്, രോഗികൾക്ക്, വിധവകൾക്ക്, സങ്കടമുള്ളവർക്ക്, വേദനയുള്ളവർക്ക് നിങ്ങളെടുത്ത് ചെലവഴിച്ചോ. എന്നാൽ നിങ്ങളെടുത്ത് സ്വതക്ക നൽകിക്കൊള്ളൂ, അള്ളാഹു നിങ്ങൾക്ക് പകരം തരും. സ്വതക്ക ചെയ്തിട്ട് പണം തീർന്ന, പണം കുറഞ്ഞ, ധനികാവസ്ഥയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോയ ഒരാളെയും ലോകത്ത് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സമ്പത്തിൽ നിന്ന് നിങ്ങളെടുത്ത് സ്വതക്കയായി നിങ്ങളെടുത്ത് അർഹതപ്പെട്ടവർക്ക് ചെലവഴിച്ചോളൂ. അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് നൽകും. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, പരിശുദ്ധ ഖുർആൻ 34
അധ്യായത്തിലെ 39-ാമത്തെ ആയത്താണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ എന്തൊന്നെടുത്ത് ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫുഹു, അതിന് പകരമായി അല്ലാഹു നിങ്ങൾക്ക് നൽകും. പരിശുദ്ധ ഖുർആന്റെ വാഗ്ദാനാണ്. എന്താണോ നിങ്ങളെടുത്ത് ചെലവഴിച്ചത് അതിന് പകരമായി അല്ലാഹു നിങ്ങൾക്ക് നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ, ഉപജീവന മാർഗം വിശാലമാക്കി നൽകുന്ന ഏറ്റവും ഉത്തമനായവൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ബർക്കത്ത് ഉണ്ടാകാനുള്ള മാർഗം എന്താണ്? ഉള്ളതിൽ നിന്നെടുത്ത് ചെലവഴിക്കലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്താണ്. നഫഖത്തുൻ വാജിബ ഔ മുസ്തഹിബ അലാ ഖരീബ് ഔ ജാർ ഔ മിസ്കീൻ ഔ യതീം ഔ ഗൈറ ദാലിക്, മിസ്കീനു വേണ്ടിയോ യതീമിനു വേണ്ടിയോ അല്ലെങ്കിൽ വിധവകൾക്ക് വേണ്ടിയോ പാവപ്പെട്ടവർക്ക് വേണ്ടിയോ അയൽവാസിക്ക് വേണ്ടിയോ അടുത്ത കുടുംബക്കാർക്ക് വേണ്ടിയോ ഒക്കെ നിങ്ങൾ എടുത്ത് ചെലവഴിച്ചാൽ ഫഹുവ, അല്ലാഹു തആല യുഖ്ലിഫുഹു, അല്ലാഹു നിങ്ങൾക്ക് അതിന് പകരം നൽകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെലവഴിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകല്ലേ എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റിസ്ക്, ഉപജീവന മാർഗം വിശാലമായി കിട്ടാൻ, ബർക്കത്ത് കിട്ടാൻ, ജീവിതത്തിലെ അനുഗ്രഹം ഉണ്ടാകാൻ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാൻ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇതേപോലെ ഇങ്ങനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന റസൂൽ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുളൈഫൂൻ. സകാത്ത് കൊടുക്കുന്നവർ എന്താ ചെയ്യുന്നത്? സകാത്ത് കൊടുക്കുന്നവർ ഇരട്ടി കിട്ടുന്ന ഒരു സ്കീമിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ. ഖുർആന്റെ പ്രയോഗമാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 39-ാമത്തെ ആയത്ത് അമാനി മൗലിന്റെ പരിഭാഷ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്ക്. സക്കാത്ത് കൊടുക്കുന്നവർ എന്താ ചെയ്യുന്നത്? സക്കാത്ത് കൊടുക്കുന്നവർ ഇരട്ടി ലഭിക്കുന്ന ഒരു സ്കീമിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ. നമുക്ക് ഇരട്ടിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായി വലിയ സന്തോഷത്തോടുകൂടെ നമ്മൾ ചെയ്യുക. സക്കാത്ത് കൊടുക്കുമ്പോ നിങ്ങൾ വലിയ സന്തോഷത്തോടുകൂടെ ചെയ്യണം. നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തുകൾ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ ഫഉലൈക ഹുമുൽ മുളൈഫൂൻ, അവർ അവരുടെ സമ്പത്തിനെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ചു തരും എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അവസാനത്തെ ഒറ്റ ഹദീസ് കൂടെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഹബ്ബ അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി വയുൻസാ ലഹു ഫീ അഥരിഹി ഫല്യസിൽ റഹിമഹു. ആരെങ്കിലും ദീർഘായുസ് ലഭിക്കാനും ഉപജീവന മാർഗത്തിൽ വിശാലത കിട്ടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ പോയി കാണുമ്പോ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയിട്ട് എളാപ്പാന്റെ മക്കളെയും പേരക്കുട്ടികളെയും കുടുംബത്തെയൊക്കെ കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കുമ്പോ നിങ്ങൾ അമ്മായിയെ സന്ദർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് 100 കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവരെ പോയി കാണുമ്പോ എന്താ സംഭവിക്കുക? 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഒന്ന്, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കും. രണ്ടാമത്തത്, ഉപജീവന മാർഗം വിശാലമാകും. ഉപജീവന മാർഗം വിശാലമായി കിട്ടാനും ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാനും ആഗ്രഹിക്കുന്നവർ അവരുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്. സഹോദരങ്ങളെ, തീർച്ചയായും ഇങ്ങനെ ഒരുപാട് ആയത്തുകളും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകാൻ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആനും ഹദീസും വിശദീകരിക്കുന്നത്. ഈ കാര്യങ്ങളെ അറിയുകയും പഠിക്കുകയും പാലിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാന്തര നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം വല്ലാത്ത വേദനയും വലിയ ഒരു പരീക്ഷണവുമാണ്
രോഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ തകർന്നു പോകുന്ന അവസ്ഥകൾ രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ഉള്ളു തട്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് വലിയ ആശ്വാസം പകരും. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നവർ, ഒരാള് വിളിച്ച് ഒരു സഹോദരി അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മളോടൊക്കെ ബന്ധമുള്ള ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിൽ മാരകമായ രീതിയിൽ അർബുദം ബാധിച്ച് ബ്രസ്റ്റ് രണ്ടും നീക്കം ചെയ്ത് ഇപ്പൊ തലച്ചോറിലേക്ക് ആ രോഗം ബാധിച്ച് ശാരീരികമായി വേദനകളെ കൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരി, അള്ളാഹു അവർക്ക് അവരുടെ ശരീരത്തിന്, അവരുടെ മനസ്സിന് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ശാരീരികമായി അനുഭവിക്കുന്ന രോഗത്തിന്റെ വേദനകൾ നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക്, പരിചയങ്ങളിലുള്ളവർക്ക്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അള്ളാഹു അവർക്കെല്ലാം അവരുടെ ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും സ്വസ്ഥതയും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗാവകാശികളാകാനുള്ള സൗഭാഗ്യം കുടുംബസമേതം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.